പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ മാതാവ് പരിശുദ്ധമ്മയുടെ ഉന്നതഹൃദയത്തിന്റെ തിരുനാൾ ഇന്നേ ദിനം ആഘോഷിക്കുകയാണ്. എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു ആവാം എന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ തന്നെ സന്തോഷമായാലും ദുഃഖമായാലും ദൈവത്തോട് മറുതലിക്കാതെ, ദൈവത്തോട് പരാതിപ്പെടാതെ എല്ലാ കാര്യങ്ങളും സമചിത്തതയോടുകൂടി സഹിച്ച ഒരമ്മയെയാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ മൃദുല വികാരങ്ങളുടെയൊക്കെ തന്നെ അടിസ്ഥാന കേന്ദ്രം ഹൃദയമാണെന്ന വിശ്വാസം നമുക്കുണ്ട്. ആ അമ്മയുടെ ഹൃദയം എല്ലാ കാര്യങ്ങളിലും സമചിത്തതയോടെ വ്യാപരിക്കുന്ന ഒന്നാണ്. ആ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിലുള്ള ആശ്രയബോധമാണ്. താൻ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതിനാണ്. ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് ആ അമ്മയെ ലഭിച്ചത്. ആ അമ്മയിലുണ്ടായിരുന്ന വിശ്വാസബോധ്യം, ആ അമ്മയിലുണ്ടായിരുന്ന ആശ്രയബോധം, ആ അമ്മയിലുണ്ടായിരുന്ന സമചിത്തത ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഇന്നത്തെ ദിവ്യബലിയിൽ നാം ഇന്ന് വേർപിരിഞ്ഞു പോയ ലക്ഷ്മി, മരിയമ്മ, ജ്ഞാനവത്തൻ, മേരി എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കാരുണ്യപൂർവ്വം ദൈവരാജ്യത്തെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തപസ്സമത്തു, നേശമ്മ, ജോൺ കുട്ടി, എൻ ടി ജോർജ്, രാജമ്മ, സമാശ്ചൻ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് കാരുണ്യപൂർവ്വം ദൈവരാജ്യത്തെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരി ജ്ഞാനസുന്ദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കർത്താവ് അവരെ കാരുണ്യപൂർവ്വം ദൈവരാജ്യത്തെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് വരും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്റെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തികഞ്ഞയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും സഹോദരൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവം, മർത്യരുടെ ജീവനും വിശുദ്ധരുടെ ആനന്ദവും ഒന്നാണ്. അങ്ങേ ദാസനായ ലക്ഷ്മി മറിയമാർ ജ്ഞാനമത്തന്മേൽ തപസ്യബന്ധു ദേശമാജോ കുട്ടി എൻഡി ജോർജ് രാജമാ സെബാസ്റ്റ്യൻ ജ്ഞാനസുന്ദരി എന്നിവർക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ കിടപേക്ഷിക്കും. നശ്വര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അനശ്വരമഹിമയിൽ അങ്ങേ രാജ്യം അവർ പ്രാപിക്കുവാൻ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായി ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കുന്നു. കർത്താവിൻ്റെ വചനം. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ശിരസ്സ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ ആദരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിക്കുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് സംഹരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശങ്ങളാക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ച കന്യകാമറിയം അനുഗ്രഹീതയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയി. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ മാതാപിതാക്കന്മാർ അതറിഞ്ഞു. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി തിരിഞ്ഞു. ബന്ധുക്കളുടെയും പരിചാരകന്മാരുടെയും അന്വേഷിച്ചിട്ട് കാണായികയാണ്. യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടു. അവൻ വാദ്യങ്ങളുടെ ഇടയിലിരുന്നു. അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ്. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയാണ്. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ
അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചു. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ചെയ്തു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഹോദരന്റെയും നിങ്ങളുടെയും മുമ്പിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ദാസ ലക്ഷ്മിവരെമാനന്ദന്മേരി തപസ്സുമത്തു നേശമാധവൻകുട്ടി ജോർജ് രാജന്മാർ സെബാസ്റ്റ്യൻ ജ്ഞാനസുന്ദരി എന്നിവർക്കും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ അനുകൂല സ്വീകരിക്കുക. നിസ്തുലമായി വെളിവഴി മരണബന്ധനങ്ങളിൽ നിന്ന് മോചരായി നിത്യജീവൻ ഒരു അർഹരാകുക. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാണ്. മാലാഖമാർ അങ്ങേ തിരുസന്നിധിയിൽ ധ്യാനത്തിൽ അനാഴി ആരാധിക്കും. അവിടെ കാലത്തോട് നിങ്ങൾ എളീശ്വരം ചെയ്യുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവ്വം പരിശുദ്ധം 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധം നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിപ്ലവം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരങ്ങൾ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ തിരുപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടുന്ന് വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. പ്രകാരം തന്നെ പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിനാശകരവും മഹനീയമായ ഉയർപ്പും സദാരോടും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കും. അങ്ങേ സഭയുടെ ബലിക്ക് കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാനങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരങ്ങളാൽ പരിപുഷ്ടനായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിജമായ കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയാക്കണം. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസ്യത്തിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തനിയെ സകലത്തിലുള്ള നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും
രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദികത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുമുനിക്കുവാൻ അനുദിനമുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരിയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളും ബോധിതനായി ദിവ്യോപദേശത്താൽ പ്രബോധിക്കുന്നതിന് നിർഭയം നമുക്ക് കേൾക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപ്രദമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം കണ്ടാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളവരെ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടും ലോകത്തിന്റെ പാപം നീക്കും
ദിവ്യജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യമല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങയെ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. സർവശക്തനായ ദൈവം ദിവ്യരഹസ്യങ്ങളെ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ നയിക്കും. അങ്ങേ കാരണത്തിനായി ഞങ്ങളെ യാചിക്കുന്ന നിരാശയുടെ ആത്മാക്കൾക്ക് പാപമോചനം നിർവഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ
അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തെ സമാപിച്ചു പോകുന്നു. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ. ദൈവത്തിന് നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാനും.